ഞങ്ങൾ എങ്ങോട്ടാ പോണത്? മീൻ കിട്ടുമോന്ന് അറിയില്ല, ഏതായാലും പോണുണ്ട് അല്ലേ? അമ്മയും മക്കളും ഒരുമ്പട്ട് ഇറങ്ങി. അക്കുവോ, ഇതെന്താ സംഭവം? മീൻ പിടിക്കാനുള്ള പുറപ്പാടന്നെ. മീൻ കിട്ടണ പോണ മാതിരി നോക്ക അടക്ക്. മീനേ കിട്ടണം കേട്ടോ, മീൻ കിട്ടാതെ ഇങ്ങോട്ട് വരരുത്. അപ്പം ഇതാണ് ഞങ്ങളെ തോട് കേട്ടോ. ഇതാ ഓ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല, അത് കുത്തി ഇറക്കണ്ടേ. കുഞ്ഞു കുട്ടികൾ കണ്ടോ, പാവണ്. ഇതൊക്കെ വളരട്ടെ, നോക്ക വളരട്ടെ. ഇതിലുണ്ട് 2 മീൻ കണ്ടോ, ഇതൊക്കെ മീനാണ്. ഇതാ വളരട്ടെ. ഗായ്സ്, കുഞ്ഞുണ്ണി അമ്മയെ ചുമപ്പ് ഡ്രസ്സ്, അതിന് പറ്റിയ വലയും. വേണ്ടോ? കുഞ്ഞുണ്ണി പറഞ്ഞു ഇവിടെ നിന്നാൽ കിട്ടുമെന്ന്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പിടിച്ചു നോക്കാം. കുഞ്ഞുണ്ണി ഇവിടെ നിന്ന് കിട്ടിയോ? സത്യം പറയടാ. നമ്മൾ എന്നും മീൻ പിടിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഗൈസ്, അനു വീണു. ഈ കല്ലട്ടി വീണു. അവിടെ അവിടെ ഞങ്ങളങ്ങനെ എന്നും മീൻ പിടിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ മീനുള്ളു ഗൈസ്. കുഞ്ഞിനെയൊക്കെ മീനെ തപ്പി നടക്കുകയാണ്. ഭയങ്കര വ്യൂ ഇവിടുന്ന്. നമ്മൾ വീണ കുട്ടി. ഗൈസ്, ഒരു ഭൂതം. കുഞ്ഞിനെ ഞങ്ങളെ കുടുംബത്തെ മൂടുവിളി ഇങ്ങനെയാണ്. അവിടുന്ന് മീനൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ വേറൊരു തോട്ടിലോട്ട് പോവാണ് കേട്ടോ. ഞങ്ങളവിടെ കുറേ തോടുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ താഴത്തിലൊരു തോട്ടിക്കാണ് കേട്ടോ ഇപ്പോൾ പോണത്. അവിടെ മീനുകളൊക്കെ ഉണ്ടാവേണ്ടതാണ്. വെറുതെ അതിന്റെ കടി വാങ്ങാൻ നിൽക്കണ്ട. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇതാ അടുത്ത തോട്ടിലെത്തി കേട്ടോ. അപ്പോൾ നമ്മൾ തോട് കാണുമ്പോൾ വിചാരിക്കും ഇതിലൊന്നുമില്ല എന്നൊക്കെ. പക്ഷേ ഇതാ ഇതിൽ നല്ല മീനുകളുണ്ട് കേട്ടോ. തോട് ചെറുതാണെങ്കിലും മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 2 മഴയും കൂടി പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതാ എല്ലാവർക്കും ഇത് തന്നെയാണ് കേട്ടോ ജോലി. നല്ല മീനുകളുണ്ട് കേട്ടോ.
കുഞ്ഞുസിന്റെ കാലത്ത് വെള്ളം നമുക്ക് ആട്ടി പിടിച്ചാണോ പിന്നെന്തത് ചാക്കാണോ മീനെ കഴിച്ചത് ഇതെന്താ കഴിത്തേ അത് ഞമ്മള് കൊണ്ടുവന്ന് തോർത്തവിടെ ഗായ്സ് ഞങ്ങൾ കൊണ്ടുവന്ന വെള്ള തോർത്തിട്ട് തപ്പണ് കാപ്പി കളറായി നിക്കണേ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നും പോവാണ് കേട്ടോ. ഇവിടെ നിന്ന് എന്താ വെച്ചാൽ മീനുകളൊക്കെ ഇവിടെ നല്ലോണം ഉണ്ട്, പക്ഷേ വെള്ളം കുറഞ്ഞ കാരണേ മീനൊന്നും കിട്ടണില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് വേറൊരു തോടുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. പക്ഷെ ഇവിടെ നിന്ന് കിട്ടണൊക്കെ ഉണ്ട്, മീനിനെ കിട്ടണൊക്കെ ഉണ്ട്. അതൊക്കെ കുഞ്ഞു കുഞ്ഞു മീനുകളാണ് കിട്ടണത്. നന്നായിട്ട് രണ്ട് മഴ പെയ്ത് കഴിഞ്ഞതാ തോടൊക്കെ നിറഞ്ഞൊഴുകും കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് മീനെയും കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്പോൾ 2-3 മഴ പെയ്താലും പക്ഷേ വെയിലറച്ച കാരണം വെള്ളമൊക്കെ ഇങ്ങനെ വറ്റുന്നുണ്ട്. അപ്പോൾ അത് കാരണം മീനുകളും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേറെ കൂടുതലായിട്ട് വെള്ളമുള്ള ഒരു തോടും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ മക്കളൊക്കെ പറഞ്ഞു അവിടെ ഇതിലേറെ മീനുകളെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, വലയൊക്കെ നമ്മുടെ കൈവശം ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും കൂടി നമ്മളിതാ അവിടുത്തെ റോഡിൻ്റെ അവിടെയാണ് കേട്ടോ ആ തോട്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ കൂടെ. വലയൊക്കെ മീൻ പിടിക്കാനായിട്ട് വാങ്ങിക്കൊണ്ടുവന്നെയാണ് കേട്ടോ നമ്മൾ. അങ്ങനെ നമ്മൾ 3ാമത്തെ തോട്ടിലെത്തിയിട്ടോ. അവിടെ നിന്നൊന്നും മീൻ കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് വല വെച്ച് നോക്കാം. അനുവിന്റെ ആട്ടന്റെ പവറുള്ളത് പോയില്ലേ ഇവിടെ ഉണ്ടോ? ഇല്ല, ചപ്പില്ല. ഞാൻ വളർത്തി വന്നിട്ട് മുക്കിയൊക്കെ മണ്ണെന്തെങ്കിലും പോയി അങ്ങനെ അപ്പം ഐഡിയ മനസ്സിലായോ? പിടിച്ചിട്ട് കാര്യം ആദ്യമൊക്കെ ഇഷ്ടംപോലെ കുറേ മീനൊക്കെ വലിയ വലിയ മീന്. അപ്പോൾ നമ്മളിതാ മീനൊക്കെ പിടിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. മീനൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം കുറവായ കാരണം കുറച്ചേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇനി 2 മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ തോടൊക്കെ നിറഞ്ഞൊഴുകും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മീനൊക്കെ കിട്ടും കേട്ടോ. ഞങ്ങൾക്ക് വെള്ളം കുറവാണെങ്കിലും ഈ വലയും കൊണ്ട് പിടിക്കാനൊക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അന്നെ കണ്ടിട്ടുണ്ട്. ആ 1 2 3 4 അങ്ങനെ ഞങ്ങൾക്ക് 3ാമത്തെ തൊട്ടുനിന്ന് മീനുകളെയൊക്കെ കിട്ടി കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ 2 തോട്ടിൽ പോയിട്ടും അവിടെ നിന്നൊക്കെ നിരാശയായി പോകുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ടായിരുന്നു മക്കൾക്കൊക്കെ. അപ്പോൾ ഇങ്ങനെ പിടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്, കുട്ടികൾക്കും ഇഷ്ടമാണ് കേട്ടോ. ഇത് പിടിച്ചതിന് ശേഷം നമ്മൾ കിണറ്റിൽ കൊണ്ടുപോയി ഇടുകയാണ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ ബൈ.